ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ മുട്ട ബജിയാണ്. മുട്ട ബജി എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമുള്ളൊരു ഈവനിങ് സ്നാക്കാണല്ലേ. അപ്പോൾ നമുക്ക് ആ മുട്ട ബജി കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും നല്ലൊരു മാറ്റം തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ മുട്ട ബജി തയ്യാറാക്കുന്നത് നോക്കാം. ഈ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 കപ്പ് കടലമാവ്, പിന്നെ അല്പം കറിവേപ്പില അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഒരു പച്ചമുളകാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ നമുക്കിതിലേക്ക് അല്പം സോഡാപ്പൊടി വേണം, പിന്നെ കളറിന് ആവശ്യമായിട്ട് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ഞാനിവിടെ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ട ബജി നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ മാവ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കളറിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ മുട്ട ബജിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. മുട്ട ബജി അല്ല, ഏത് ബജിയാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെയാണല്ലോ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതുവരെ 1/2 കപ്പിലും കുറവായിട്ടാണ് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊരു ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുമ്പോൾ ഇതൊന്നുകൂടെ തിക്കായിട്ട് വരും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. സവാള, ഇഞ്ചി, നല്ല ജീരകം, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബാറ്റർ നമുക്ക് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ട ബജി റെഡിയാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള കോഴിമുട്ടയൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് 2 പീസായിട്ടാണ് മുറിക്കുന്നത്, 4 ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മുറിച്ചെടുത്ത ഓരോ കോഴിമുട്ടയുടെ പീസസും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്ത ഓരോ കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇനി വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഈ മുട്ട ബജിയുടെ കൂടെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കുറച്ച് മുൻപൊരു സ്പെഷ്യൽ ഗ്രീൻ ചട്നി ചെയ്തില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ചട്നിയിൽ ഇത് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ കിഡിലും ടേസ്റ്റാണ് കേട്ടോ. ഗ്രീൻ ചട്നിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം.
അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്